ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്ന ഈ സമയത്ത് ദേവിയെ കാണാൻ വരുമ്പോൾ ക്യൂ നിന്ന് തളരുമ്പോൾ ഇവരുടെ കയ്യിൽ നിന്ന് ലഭിക്കുന്ന ആ ഔഷധക്കൂട്ടൊക്കെ ഇട്ട് തിളപ്പിച്ച് ആ വെള്ളം കിട്ടുമ്പോൾ ആഹാ എന്നിവരെ നോക്കി സന്തോഷത്തോടെ പറയുന്ന ഭക്തജനങ്ങൾ ഒരുപാട് പേരാണ് ഇവിടെ ഇവർക്ക് ചുറ്റുമുള്ളത്. ശ്രീ കൃഷ്ണൻ നായർ സാറാണിത്. എങ്ങനെയാണ് നിങ്ങളുടെ ഇവിടുത്തെ ഈ പരിപാടികളൊക്കെ സംഘടിപ്പിക്കുന്നത്? ഞങ്ങൾ വർഷങ്ങളായി ദേവീക്ഷേത്രത്തിൽ കുടിവെള്ള വിതരണം നടത്തുന്ന സത്യസായി സംഘടനാ പ്രവർത്തകരാണ്. അത് വെറും കുടിവെള്ളമല്ല, ഔഷധ ഗുണമുള്ള കുറേ കൂട്ടുകളുണ്ട്. ഔഷധ കൂട്ടുകൾ ചേർത്ത് രാമച്ചം മറ്റ് ഔഷധങ്ങളെല്ലാം ചേർത്ത് തിളപ്പിച്ച് ആറ്റി വെള്ളമാണ് കൊടുക്കുന്നത്. സത്യസായി സംഘടനയിലെ ധാരാളം പ്രവർത്തകർ 17-ാം തീയതി മുതൽ 26-ാം തീയതി വരെ ശുദ്ധജല വിതരണം വരുന്ന ഭക്തന്മാർക്കെല്ലാം ഞങ്ങൾ വിതരണം ചെയ്യാറുണ്ട്. ഇവിടെ വരുന്നവർക്ക് മാത്രമല്ല, ക്യൂവിൽ നിൽക്കുന്നവർക്കും പുറത്ത് നിൽക്കുന്നവർക്കുമൊക്കെ നമ്മൾ വിതരണം ചെയ്യാറുണ്ട്. കുറ്റമറ്റ രീതിയിൽ നമ്മളിത് എല്ലാ വർഷവും ചെയ്യുന്നത് കൊണ്ടാണ് എല്ലാ വർഷവും ദേവീ ക്ഷേത്രത്തിലെ ട്രസ്റ്റ് നമ്മളെ തന്നെ ഏൽപ്പിക്കുന്നത്. എല്ലാവർക്കും ഇവിടെ തൃപ്തികരമായ രീതിയിൽ നമ്മുടെ സേവാ പ്രവർത്തകർ അർപ്പണ മനോഭാവത്തോട് ചെയ്യുന്നത് കൊണ്ടാണ് കുറ്റമറ്റ രീതിയിൽ നമുക്കിത് വിതരണം ചെയ്യാൻ കഴിയുന്നത്. ഇതിൽ ഈ സ്ത്രീകളുടെ ഇൻവോൾവ്മെന്റ് എത്രത്തോളം അത് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. ഞങ്ങളുടെ സ്ത്രീകളെന്ന് പറഞ്ഞാൽ മഹിളാ വിഭാഗമാണ് നമ്മുടെ സത്യസായി സംഘടനയുടെ നട്ടെല്ലാണ്. ഞങ്ങളുടെ മഹിളാ വിഭാഗം. ഇവിടെ തന്നെ ഇന്നലെ ഞങ്ങളുടെ ലളിത സഹസ്രനാമ ജപം ഏകദേശം 700ഓളം മഹിളകളാണ് ലളിത സഹസ്രനാമ ജപം നടത്തിയത്. എല്ലാ വർഷവും മഹിളാ വിഭാഗത്തിൻ്റെ ഞങ്ങൾക്ക് അഭിമാനം കൊള്ളുന്ന രീതിയിലാണ് നമ്മുടെ ആ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. അത് ഞങ്ങളിവിടെ രാവിലെ നമ്മുടെ സേവാപ്രവർത്തകർ 4:30 മണിക്ക് അവരിവിടെ വന്ന് പാത്രങ്ങളെല്ലാം അറേഞ്ച് ചെയ്ത് ഇതെല്ലാം ചെയ്തിട്ട് വെള്ളം ഒഴിച്ച് അപ്പോഴും തിളപ്പിക്കാൻ തുടങ്ങുന്ന വെള്ളമാണ്. ഇത് രാത്രി 8 മണി വരെ നമ്മൾ ഈ വരുന്ന ഭക്തർക്കെല്ലാം നമ്മളിങ്ങനെ വെള്ളം കൊടുത്തു. എല്ലാം ഒരു 8 മണിയാണ് നമ്മുടെ കണക്ക്, പക്ഷേ 9 മണിയാവും എല്ലാം കൊടുത്തൊക്കെ തീരുമ്പോഴത്തേക്കും. അത്ര ഭംഗിയായിട്ട് നമ്മുടെ ആൾക്കാർ, നമ്മുടെ ജെൻസ് സേവാദളാണ് അവർ ഏറ്റവും ഭംഗിയായിട്ട് ഇത്രയും വെള്ളം തിളപ്പിച്ചെടുക്കേണ്ടത് ഈ വരുന്ന ഇത്രയും ജനങ്ങൾക്ക്. അപ്പോൾ അങ്ങനെ നമ്മുടെ അഭീഷ്ടവരദായിനിയായ ആറ്റുകാലമ്മയുടെ നടയിൽ നമുക്കിങ്ങനെ വെള്ളം കൊടുക്കാൻ പറ്റുന്നതിന് നമ്മുടെ ഒരു ഭാഗ്യമാണ്. എല്ലാ വർഷവും അതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ ഞങ്ങളുടെ സത്യസായി സേവാ ഓർഗനൈസേഷൻ്റെ മഹിളാ വിങ്ങിൻ്റെ ഒരു ലളിതാ സഹസ്രനാമ ജപം ഉണ്ടായിരുന്നു. അത് അകത്ത് സ്വാമിയുടെ മണ്ഡപത്തിൽ വെച്ചായിരുന്നു. ഏകദേശം സാറ് പറഞ്ഞതുപോലെ ഒരു 700-ൽ പരം പെണ്ണുങ്ങൾ അതിൽ പങ്കെടുത്തായിരുന്നു. വൻ വിജയമെന്ന് ഒരു 10-15 വർഷമായിട്ട് നമ്മളിതിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അത്രയും ഞങ്ങളുടെ സേവാപ്രവർത്തകരും സേവാദൾസും വളരെ നല്ല രീതിയിൽ നമ്മളുമായിട്ട് സഹകരിച്ച് ഇങ്ങനെ ഒന്നിച്ചു പോവുകയാണ്. ആ ഒരു ഭാഗ്യം ഇനിയും എല്ലാ വർഷവും കിട്ടണേ ഭഗവാനെ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. ഔഷധക്കൂട്ട് നമ്മുടെ ഇതിൽ നമ്മുടെ രാമച്ചം, മെയിൻ രാമച്ചം, പിന്നെ ചുക്ക്, ഏലക്ക, പിന്നെ പതിമുഖം, പിന്നെ അതല്ലാതെ ഒരു ഔഷധക്കൂട്ടുണ്ട്. അത് നമ്മളിവിടെ അതൊരു പാക്കറ്റിൽ അതുകൊണ്ട് വാങ്ങിച്ച് ഇതിലത്തെ എല്ലാം കെട്ടി തിളപ്പിച്ച് അത് നല്ല ഭംഗിയായിട്ട് അത് ചൂടോട് സർവ്വസുഗന്ധി എന്നുള്ളൊരു ഇലയൊക്കെ ഇട്ട് അത്രയും ഇതായിട്ടാണ് നമ്മൾ തിളപ്പിക്കുന്നത്. ഈ വരുന്ന അമ്മൂമ്മമാർ, ഇന്നലെ തന്നെ 2-3 അമ്മൂമ്മമാർ, മക്കളെ നിങ്ങൾക്ക് ഭഗവാന്റെ സർവ്വ അനുഗ്രഹം ഉണ്ടാകുമ്പോളെ നിങ്ങളിങ്ങനെ കൊടുക്കുന്നല്ലോ. ഞാൻ പറഞ്ഞു ഞങ്ങൾക്ക് അതാണ് വേണ്ടത്, നമുക്ക് അനുഗ്രഹമാണ് വേണ്ടത്. ഇത് നമ്മുടെ ഒരു സേവയാണ്, സേവാപ്രവർത്തനമാണ്. അത് നമ്മൾ നല്ല രീതിയിൽ ചെയ്യണം. എപ്പോഴും വേണമെങ്കിലും വെള്ളത്തിന് ഇവിടെ ഞങ്ങൾ ബോട്ടിൽ വരുന്നവർക്ക് ബോട്ടിൽ നിറച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ പയ്യന്മാർ, യൂത്ത് പിള്ളേരെല്ലാം അങ്ങ് ലൈനിലെല്ലാം പോയി നമ്മുടെ ഒരു സേവാദൾസിൻ്റെ ഒരു ബാഗ് ഇട്ടിട്ടുണ്ട്. അതിട്ടാണ് അവരെല്ലാം അവിടെ എല്ലാം ക്യാനിട്ടാണ് അവരെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം നമ്മളെ കൊണ്ട് പറ്റുന്നിടത്തെല്ലാം വെള്ളം എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അത്രയും നല്ല രീതിയിൽ കാലത്ത് വന്നു കഴിഞ്ഞാൽ എല്ലാവരും ഇവരൊക്കെ പോകുമ്പോൾ 9 മണിയാവും രാത്രി തിരിച്ചു പോകുമ്പോൾ ഇതെല്ലാം അടച്ച് കൂട്ടി കഴുകി വെച്ച് പിന്നെ രാവിലെ 4 മണിയാകുമ്പോൾ എല്ലാവരും എത്തി വീണ്ടും അവർ ഇത് തുടർന്നു. ഇനി 26-ാം തീയതി വരെ നമുക്കിവിടെ ഉണ്ട്. പൊങ്കാലയിടുന്ന് ഞങ്ങൾക്കൊന്നും വരാൻ പറ്റിയില്ലെങ്കിലും നമ്മുടെ ജെൻസ് അവരെല്ലാവരും വന്ന് കൊടുക്കും. ഞങ്ങൾ 26-ാം തീയതി ഞങ്ങൾക്കൊരു 12:30-1 മണി വരെ നമുക്ക് കൊടുക്കണം വെള്ളം. അത്രയും. സത്യസായി സേവാ സമിതിയുമായി ബന്ധപ്പെട്ട പ്രവർത്തകർ എപ്പോഴും ആറ്റുകാൽ പൊങ്കാല സമയത്ത് ഒത്തുകൂടാറുണ്ട്. ആറ്റുകാൽ പൊങ്കാല പരിസരത്ത് അവരുടെ ഉദ്ദേശം ഏത് സമയവും അവിടെ എത്തുന്ന ഭക്തർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യുക എന്നതാണ്. എന്നാൽ പലപ്പോഴും നമ്മളവിടെ ചെല്ലുന്ന സമയത്ത് അവർ നൽകുന്ന ഏറ്റവും വലിയൊരു സഹായം തന്നെയാണ് ദാഹിച്ചു വലഞ്ഞെത്തുന്ന, നമുക്കറിയാം ഈ പൊങ്കാല നാളുകൾ സമയത്ത്, ഉത്സവ സമയത്തൊക്കെ വളരെ തിരക്കാണ് ക്ഷേത്ര പരിസരത്ത് അനുഭവപ്പെടുക. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ മണിക്കൂറുകളോളം ക്യൂ നിന്ന് വേണം ഭഗവതിയുടെ അടുത്തേക്ക് എത്താൻ സാധിക്കുക. ഇത് തന്നെ സംസ്ഥാനത്തിൻ്റെ പല ഭാഗത്തു നിന്ന്, പല ജില്ലകളിൽ നിന്ന്, തിരുവനന്തപുരത്ത് നിന്ന് മാത്രമല്ല, കൊല്ലത്ത് നിന്ന്, എറണാകുളത്ത് നിന്നൊക്കെ യാത്ര ചെയ്ത്
ചെയ്തെത്തുന്ന ഒരുപാട് പേരുണ്ടാകും. അവർ ചിലപ്പോൾ വെറും വയറ്റിൽ ആദ്യം ഭഗവതിയെ കണ്ടതിന് ശേഷം വെള്ളം പോലും കുടിക്കാം എന്ന് തീരുമാനിച്ചുറപ്പിച്ചായിരിക്കും പലരും ക്ഷേത്ര ദർശനത്തിന് എത്തുന്നത്. അങ്ങനെ എത്തുന്നവർ നീണ്ട നിരയിൽ ക്യൂ നിന്നതിന് ശേഷം ദൈവികമായ ഭഗവതിയുടെ ദർശനം ലഭിച്ചതിന് ശേഷമായിരിക്കും തങ്ങൾക്ക് വിശപ്പും ദാഹവും ഒക്കെ അറിയാൻ സാധിക്കുക എന്ന ആ ഒരു സാഹചര്യത്തിലേക്ക് എത്തുന്നത്. അപ്പോൾ ക്ഷേത്രനടയിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ അവർക്ക് ആശ്വാസമായി എല്ലാ പൊങ്കാല സമയത്തും ഉത്സവ സമയത്തും നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്ന കൂട്ടരാണ് സത്യസായി സേവാ സമിതി പ്രവർത്തകർ. ഇത്തവണയും സത്യസായി സേവാ സമിതി പ്രവർത്തകർ ആറ്റുകാൽ നടയിലുണ്ട്. പതിവ് പോലെയുള്ള ഔഷധക്കൂട്ടിട്ട് തിളപ്പിച്ച ആ ജലം അത് ദാഹിച്ചു വലഞ്ഞു വരുന്നവർക്ക് ആശ്വാസം നൽകാനായി അവർ അവിടെ കൂടിയിട്ടുണ്ട്. വളരെ വൃത്തിയായിട്ടാണ് അവരിത് ചെയ്യുന്നത്. ഇത് അവർ ചെയ്യുന്ന ഒരു വലിയ പുണ്യപ്രവൃത്തിയാണ് എന്നത് പറയേണ്ടതില്ലല്ലോ.